ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കോച്ച് യാത്രയുടെ ദൃശ്യങ്ങളാണ്. ലണ്ടനിലെ സ്ട്രാറ്റ്ഫോർഡിൽ നിന്നും സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലേക്കുള്ള കോച്ചിൽ ഉടനീളമുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കോച്ച് സ്ട്രാറ്റ്ഫോർഡിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. നാഷണൽ എക്സ്പ്രസിൻ്റെ കോച്ചാണ്. ഈ കമ്പനി ലണ്ടൻ്റെ പല ഭാഗങ്ങളിലും സർവീസ് നടത്തുന്നുണ്ട്. ഈ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് ലണ്ടനിലെ രണ്ടാമത്തെ ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടാണ്. സ്ട്രാറ്റ്ഫോർഡിൽ നിന്നും കോച്ചിലൊരു 45-50 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ട്. കോച്ചിലെ പാസഞ്ചേഴ്സ് ആണ്. ഇരുവശമുള്ള കാഴ്ചകൾ ട്രാഫിക് ലൈറ്റിൽ നിന്നും ഗ്രീനായി കോച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ട്രാഫിക് ലൈറ്റിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ കോച്ച് അവിടെ മെയിൻ റോഡിൽ കയറുന്ന വരെ ചെറിയ ചെറിയ ട്രാഫിക് ലൈറ്റുകളുണ്ട്. അതിൽ കഴിഞ്ഞാൽ പിന്നെ സ്പീഡിന് അങ്ങ് പൊക്കോളും. സ്ട്രാറ്റ്ഫോർഡിലെ പ്രധാനപ്പെട്ട ചില വലിയ കെട്ടിടങ്ങളാണ്. ഒരു രാവിലത്തെ സമയമാണ്. കുറച്ചൊക്കെ ആളുകളൊക്കെ വെളിയിലൊക്കെ ഇറങ്ങി ആണ്. ക്രൗഡ് ഔട്ട് സൈഡിൽ കൂടുതൽ കാണാത്തത്. കുറച്ച് തണുപ്പും ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നമ്മുടെ യൂറോപ്പിലും ഇംഗ്ലണ്ടിലുമൊക്കെ വിൻ്റർ സീസണാണ്. അപ്പം തണുപ്പിൻ്റെ വളരെ പീക്ക് ടൈമാണ് ഡിസംബർ ജനുവരിയൊക്കെ. ഈ കോച്ച് ഈ റോഡിൽ നിന്നും ഒരു മെയിൻ റോഡിൽ M11 ലണ്ടനിലെ ഒരു മോട്ടോർ വേ ആണ്. അതിൽ എൻട്രി ചെയ്തിട്ട് പിന്നെ കോച്ച് വളരെ സ്പീഡിലായിരിക്കും പോണത്. അപ്പോൾ ഈ ലണ്ടൻ കാഴ്ചകൾ തുടർന്നുള്ള വീഡിയോകളിലും ഞാൻ വ്യത്യസ്ത പ്രദേശങ്ങളുടെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സോഫാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ എല്ലാം നിങ്ങൾക്ക് കാണാനും ലണ്ടൻ്റെ എന്താണ് ലണ്ടൻ്റെ ഭൂപ്രകൃതിയും അവിടുത്തെ ജീവിത രീതികളുടെയൊക്കെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇവിടെ വന്ന് കാണുക എല്ലാവർക്കും സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായി ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടാൽ ഞാൻ ലണ്ടൻ്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ഞാൻ പിന്നീടുള്ള വീഡിയോകളിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒരു അല്പം ലെങ്തി ആയതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം.
ഈ വീഡിയോ അതിൻ്റെ പാർട്ട് 1 ആണ്. കോച്ച് മെയിൻ റോഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇച്ചിരി കൂടെ ഫാസ്റ്റിലാണ് പോണത്. ആ റോഡിനൊരു സ്പീഡ് ലിമിറ്റുണ്ട്. വളരെ സ്ലോയിൽ പോകാൻ പാടില്ല. സ്ട്രൈറ്റ് ആൻഡ് ക്ലിയർ റോഡാണ്. 2, 3, 4 ലൈനുകളുണ്ട്. ഈ സ്ട്രാറ്റ്ഫോർഡിൽ നിന്നും എവറി 20 മിനിറ്റ്സിൽ ഈ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലോട്ട് ഈ കോച്ച് കമ്പനി സർവീസ് നടത്തുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ പോണ കോച്ചിൽ അതിൽ പല സീറ്റും വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. അവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് അവരപ്പോഴേ അത് കോച്ച് പുറപ്പെടുന്നതായിരിക്കും. ഒരു റിട്ടേൺ ടിക്കറ്റ് എടുത്ത് നമുക്ക് പോവാം എയർപോർട്ടിലോട്ട്. അത് കുറച്ചുകൂടെ ചീപ്പായിരിക്കും. 1 വേക്ക് 17 പൗണ്ടും റിട്ടേൺ ആണെങ്കിൽ 3 മന്ത്സിനുള്ളിൽ അത് ഉപയോഗിച്ചാൽ മതി, 23 പൗണ്ട്. ഇപ്പം ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്യുന്നത്. ഞാനും ഒരു 5 ഡേയ്സ് ദുബായ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം തിരിച്ച് വരുമ്പോൾ എനിക്ക് ഈ ടിക്കറ്റിൽ തന്നെ പിന്നെ പൈസ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് വശവും വളരെ നല്ല ഇലകളൊക്കെ പൊഴിഞ്ഞ, ബിക്കോസ് വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് മരങ്ങളൊക്കെ അതിൽ ഇലകൾ കാണാത്തത്. അതുപോലെ തന്നെ പുൽത്തകടി പോലെ ഓപ്പൺ ഏരിയാസ് കാണാം. ചിലതൊക്കെ കൃഷിയിടങ്ങളായിരിക്കും. ആ ലയൺ മോളിൽ കൂടെ കാണുന്നതിന് ഒരു ജെറ്റ് ഫ്ലൈറ്റ് പോണതിൻ്റെ അതിൻ്റെ ആ ലൈനാണ് ലെഫ്റ്റ് സൈഡിൽ സ്കൈയിൽ കാണുന്നത്. ഈ മോട്ടോർ വേ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പിംഗ് ആണ്. വളരെ 10, 30, 40 മൈൽ ഓടിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിൽ സർവീസ് സ്റ്റേഷൻസ് കാണാം. ആളുകൾക്ക് ഈ റെസ്റ്റ് എടുക്കുന്നതിന്, അതായത് ടോയ്ലറ്റ് മറ്റ് ഫുഡൊക്കെ കഴിക്കുന്നതിന് ഞാൻ സർവീസ് സെൻറ്റർ അവിടെ ഇവിടെ ഒരു 50 മൈൽ ഗ്യാപ്പിൽ ഈ മെയിൻ റോഡിൻ്റെ സമീപത്തുണ്ടായിരിക്കും. ആ റോഡിൽ ഇങ്ങനെ സൈൻ വെച്ചിരിക്കും. ഒരു 5 മൈൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും, സർവീസ് സ്റ്റേഷൻ എത്ര ഡിസ്റ്റൻസിലുണ്ട് എന്ന്. അതനുസരിച്ച് അവർ ലൈൻ ചേഞ്ച് ചെയ്ത് അത് പുൽപ്രദേശങ്ങളാണ്. വളരെ ആയിരക്കണക്കിന് ഏക്കറുണ്ട്. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. കാണാൻ വളരെ ഭംഗിയാണ്. ഇപ്പോൾ ഇവിടെ ക്രിസ്മസൊക്കെ അടുത്ത് വരുന്നുണ്ട്. പലരുമൊക്കെ ഹോളിഡേക്ക് അവരവരുടെ
സ്ഥലങ്ങളിലൊക്കെ പോണതിനേക്ക് ടിക്കറ്റ് എയർപോർട്ടൊക്കെ ഇപ്പം ബിസി ടൈമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.